നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നു. 2 ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ എസ്രായുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു. മടങ്ങിവരവിനെക്കുറിച്ച് നാം പഠിച്ചു. അതുമാത്രമല്ല, മടങ്ങി വന്ന ദൈവമക്കൾ ആദ്യമായി ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം പഠിക്കുകയുണ്ടായി. ദൈ വർഷിപ്ഡ്. അവരുടെ ജീവിതം അവിടെയാണ് ആരംഭിക്കുന്നത്. എത്രയോ നല്ല ആരംഭം. നമുക്ക് ഇന്ന് അടുത്ത പടിയിലേക്ക് പോകാം. 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ അവിടെയുള്ള പ്രധാനമായിട്ടുള്ള വിഷയം ദൈവാലയ പണിയാണ്. ബിൽഡിംഗ് ഓഫ് ദി ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് എന്താണ് അതിൽ കൂടെ ലഭിക്കുന്ന ദൂത്? ദൈവരാജ്യ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നല്ല ആലോചന നമുക്ക് ലഭിക്കുന്നു. സെർവിങ് ഇൻ ഗോഡ്സ് കിങ്ഡം. പഴയ നിയമവിശ്വാസികൾ ദൈവാലയ പണി നടത്തിയത് പുതിയ നിയമവിശ്വാസികളായ നാം ദൈവരാജ്യ ശുശ്രൂഷയിൽ എങ്ങനെ ഏർപ്പെടണം എന്നുള്ളതിന് നല്ല ഒരു മാതൃക നമുക്ക് കാണിച്ചു തരും. ഇങ്ങനെയൊരു തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ ചിലരൊക്കെ മനസ്സിൽ അവരെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷ അത് നമുക്കുള്ളതാണോ? അങ്ങനെ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഒരു ദൈവ പൈതലാണെങ്കിൽ, കർത്താവിനെ അറിഞ്ഞ ഒരു വിശ്വാസിയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ദൈവരാജ്യ ശുശ്രൂഷയാണ്. ദാറ്റ് ഈസ് അവർ മെയിൻ പർപ്പസ്. ഞാൻ നിങ്ങളെല്ലാം ആ ഉദാഹരണം കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാനൊന്ന് ആവർത്തിക്കട്ടെ. ഒരു കത്തീഡ്രൽ പണിയുന്ന സമയത്ത് അത് കാണാൻ ചെന്ന ഒരു വ്യക്തി അവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആ തൊഴിലാളികളോട്, അധ്വാനിക്കുന്ന എല്ലാ പ്രവർത്തകരോടും ഓരോരുത്തരായിട്ടായി ഓരോ ചോദ്യം ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം ചിലർ പറഞ്ഞു ഞാൻ അടിസ്ഥാനം ഇടുകയാണ്, ചിലർ പറഞ്ഞു ഞാൻ കട്ടളയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. വേറൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു കത്തീഡ്രൽ പണിയാണെന്ന് പറഞ്ഞു. മണ്ണെടുക്കുകയാണെങ്കിലും കട്ടള പണിയാണെങ്കിലും അടിസ്ഥാനം ഇടുകയാണെങ്കിലും നമ്മുടെ പ്രവർത്തനം ഒന്നേ ഉള്ളൂ. വി ആർ ബിൽഡിംഗ് ഗോഡ്സ് ടെമ്പിൾ. അതുകൊണ്ട് ഭവനത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന ഒരു കുടുംബനാഥനായാലും കുടുംബനായികയായാലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നാലും ആരായിരുന്നാലും ഇനിയും ഭവനത്തിൽ റിട്ടയർ ചെയ്ത് വിശ്രമിക്കുന്ന ഒരാളാണെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ പറയണം, വി ആർ ബിൽഡിംഗ് ഗോഡ്സ് കിങ്ഡം. ദൈവത്തോട് ചേർന്ന്. അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ട ജോൺസൺ ഇപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് നാം കൂട്ടുവേലക്കാരാണ്, കർത്താവിനോട് ചേർന്ന് കൂട്ടുവേലക്കാരാണ്. അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയിലെ പങ്കാളികളാണ് നാം എല്ലാവരും. അങ്ങനെ ഇരിക്കെ എങ്ങനെ ഇതിൽ ഏർപ്പെടണം എന്നറിഞ്ഞിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നമുക്കതിലേക്ക് നോക്കാം. ഈ ജനം ആരാണ്? മടങ്ങി വന്നവർ. എസ്രാ 2:68 ഇപ്രകാരം നാം വായിക്കുന്ന, ചില പിതൃഭവന തലവന്മാർ യെരൂശലേമിലെ യഹോവയുടെ ആലയത്തിങ്കൽ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ മടങ്ങി വന്നു. അവർ ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു. അപ്പോൾ അവരെ ദൈവാലയത്തിൻ്റെ ആ സ്ഥലത്തേക്ക്, ദൈവാലയം ഒരു കാലത്ത് ഇരുന്ന സ്ഥലത്തേക്ക്, അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് അവർ മടങ്ങി വന്നു. ദേ റിട്ടേൺഡ്. ആ ജീവിതാനുഭവം തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ളതാണ്. മടങ്ങി വരുന്നത്, നഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങി വരുന്നത്, ടു ബി റിസ്റ്റോർഡ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഒരു കാലത്ത് അകന്നുപോയ, ദൈവത്തിൽ നിന്നൊക്കെ അകന്നുപോയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നാം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ 70-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ നാം അവിടെ കാണുന്നുണ്ട്. താന്താങ്ങളുടെ പട്ടണങ്ങളിൽ അവർ പാർത്തു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ സെറ്റിൽ ഡൗൺ ചെയ്തു എന്ന്. ദൈവമക്കൾക്ക് ആ വാക്ക് വളരെ പരിചിതമാണ്. കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുക. അവരൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യണം. വിദ്യാഭ്യാസം വേണം, അതുമാത്രമല്ല അത് കഴിയുമ്പോൾ ജോലി വേണം,
പിന്നെ അവരെ ഒന്ന് വിവാഹം കഴിപ്പിച്ച് അവരെ ഒന്ന് സെറ്റിൽ ചെയ്യിച്ചു. അപ്പോൾ ഒരു പിതാവിൻ്റെ ഹൃദയത്തിലെ വലിയ സന്തോഷമാണ്, ഒരു മാതാവിൻ്റെ ഹൃദയത്തിലെ സന്തോഷമാണ്. അപ്പോൾ അതിലെത്തിച്ചേർന്നു. ദേ ഗോട്ട് സെറ്റിൽഡ്. എന്നാൽ അവിടെ അവരുടെ ജീവിതം അവസാനിച്ചില്ല. ഈ കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചതുപോലെ അവർ ആരാധനയിലേക്ക് നീങ്ങി. അതും ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണല്ലോ. ദൈവം കൊടുത്ത അനുഭവത്തിലേക്ക് ഒക്കെ അവർ മടങ്ങി വന്ന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി. അതിലുള്ള സന്തോഷത്തിൽ അവരവിടെ നിൽക്കുകയല്ല, വെറും പട്ടണത്തിൽ പാർക്കുകയല്ല. 3-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവർ ഹോമയാഗം കഴിച്ചു. ദൈവത്തിന് പ്രസാദകരമായ യാഗം. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു, സാക്രിഫൈസ് പ്ലീസിങ് ടു ദ ലോർഡ്. ദൈവത്തെ സ്തുതിച്ചു, ആരാധന തുടങ്ങി. ആരാധന വളരെ മാധുര്യമുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ആധുനിക ദൈവവൈതലിനെ ഈ സ്ഥലത്തോട്ടൊന്ന് വെക്കാം. മടങ്ങി വന്ന ഒരു ദൈവവൈതൽ, അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെട്ട ഒരു ദൈവവൈതൽ. അതുമാത്രമല്ല, ആത്മീക കാര്യങ്ങളിൽ അവൻ ഏർപ്പെട്ട് നല്ല ആരാധന. നമ്മുടെ നടുവിലേക്കൊക്കെ നോക്കിയാൽ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ആരാധനയുണ്ടല്ലോ, വളരെ സന്തോഷമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു, ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു. പക്ഷേ അവിടെയും നിൽക്കരുത്. യഥാസ്ഥാനപ്പെടണം. 2, സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഹോമയാഗം നമ്മൾ ചിന്തിച്ചല്ലോ. വാട്ട് ഈസ് ബേൺഡ് ഓഫറിങ്? ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ടോട്ടൽ സറണ്ടർ. വളരെ സന്തോഷം, ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു. എന്നാൽ ഈ ജനം അവിടെ നിന്നില്ല. എസ്രായുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമായപ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എല്ലാവരും കൂടെ പണി തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ടു വർക്ക്. അപ്പോൾ ആ സീക്വൻസ് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. മടങ്ങി വന്നു, ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു, സമർപ്പിച്ചു, പണിയും തുടങ്ങി. ആ സീക്വൻസ് കറക്റ്റാണ്. ഇതിനിടയ്ക്ക് നിന്നു പോകരുത്. യഥാസ്ഥാനപ്പെട്ട സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കരുത്. ഒരു നല്ല കൂട്ടായ്മയും ആരാധന സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ സന്തോഷിച്ച് ആരാധിച്ച് അവിടെയും അവസാനിക്കരുത്. അടുത്ത പടിയിലേക്ക് ഈ ജനം പോയതുപോലെ നാം പോകണം. ദൈവരാജ്യത്തിൻ്റെ പണിയിലേക്ക് നാം പ്രവേശിക്കണം. ഞാൻ അനേക കൂട്ടങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കൂട്ടത്തെയും വിമർശിക്കുകയല്ല. അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവുകൾ. എന്നാൽ എനിക്കറിയാവുന്ന അനേക കൂടിവരകൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർ കൂടിവരവിൽ അവസാനിക്കുകയല്ല, അവർ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ അവർ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം ക്രിസ്തീയ ജീവിതാനുഭവങ്ങൾ, ആരാധനയുടെ സന്തോഷം അവരെ ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഉത്സുകരാക്കി. ദേ ആർ ആക്റ്റീവ്. ഡയറക്റ്റായി പോകുന്നില്ലെങ്കിലും പുറകിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങളിൽ ഒക്കെ അന്വേഷിക്കുന്നു, ദൈവദാസന്മാരെ ഉത്സാഹിപ്പിക്കുന്നു. ദേ ആർ വർക്കിംഗ്. ആ കൂട്ടരെയാണ് നമ്മളിവിടെ കാണുന്നത്. മടങ്ങി വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് സമർപ്പിച്ച് ദൈവരാജ്യ പ്രവർത്തനത്തിൽ അവർ ഉത്സുകരായി. എങ്ങനെയാണ് അതിലേക്ക് പ്രവേശിച്ചത് എന്ന് നമുക്ക് നോക്കാം. 1, അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കാതെ കിടക്കുന്ന, അല്ലെങ്കിൽ പൂർത്തീകരിക്കാതെ കിടക്കുന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊരു ബോധ്യം. നോക്കിക്കാട്ടെ ആ വാക്യം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യത്തിലാണ് ഹോമയാഗം കഴിച്ച് ആരാധിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ പറയുകയാണ്, എന്നാൽ യഹോവയുടെ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. അപ്പോൾ ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കൂടെ വന്ന ചിന്ത, there is an unfinished task in my life. ഇനിയും ഞാൻ നിവർത്തിക്കേണ്ടതായ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇത് ബോധ്യമായാൽ ദൈവരാജ്യ പ്രവർത്തനം വളരെ ശക്തിപ്പെടും. അനേകരും ഈ ബോധ്യമില്ലാതെയാണ് ജീവിക്കുന്നത്. കാരണം
ഒരു വിധത്തിൽ ലോകം നോക്കുമ്പോൾ ദേ ആർ സെറ്റിൽഡ് ഡൗൺ പീപ്പിൾ, വെൽ സെറ്റിൽഡ് പീപ്പിൾ. 2, ആധ്യാത്മികതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, കാരണം ആരാധനയിലും ആത്മീക കാര്യങ്ങളിലും ഒക്കെ അവർ താല്പര്യമാണ്. എന്നാൽ ഈ കൂട്ടരുടെ ജീവിതത്തിൽ പെട്ടെന്ന് അവർക്ക് തോന്നി, ഞങ്ങളുടെ ആരാധന വളരെ അനുഗ്രഹമാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിവർത്തിക്കപ്പെടാതെ കിടക്കുന്നൊരു കാര്യമുണ്ടല്ലോ. ദർ ഇസ് സംതിങ് വി ഹാവ് നോട്ട് ഡൺ യെറ്റ്. ദൈവാലയത്തിൻ്റെ പണി, അതിനാണല്ലോ പുറപ്പെട്ടത്. ബാബേലിൽ നിന്ന് യാത്ര തിരിച്ചത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു ജീവിതാനുഭവം ഞാനൊന്ന് പങ്കിടട്ടെ. ഇന്ന് ഞാൻ പകൽ മുഴുവൻ ചിന്തിച്ചു അപ്രോപ്രിയേറ്റ് ആണോ എന്ന്. ഞാനിവിടെ അടുത്തൊരു കമ്പനിയിലാണ് എൻ്റെ ജോലി തുടങ്ങി. അപ്പോൾ അന്ന് വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അമ്മച്ചി വിചാരിച്ചു ഒരു നല്ല ഭക്ഷണം അവന് കിട്ടട്ടെന്ന് കണ്ട് അടുത്തുള്ള ഒരു പയ്യനെ വിളിച്ച് അവൻ്റെ കയ്യിൽ ഭക്ഷണമൊക്കെ കൊടുത്ത്, ചുറ്റുപാത്രം നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വിട്ടു. ഇത് കൊണ്ട് ബാബുവിന് കൊടുത്തേച്ച് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉച്ച സമയത്ത് ഇത് പ്രതീക്ഷിച്ച് ക്യാൻറ്റീനിൽ പോകാതെ ഞാൻ പാർക്കുന്ന ക്വാർട്ടേഴ്സിൽ വന്ന സമയത്ത് പയ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ അവന് അവിടെ വന്നിട്ട് അമ്മച്ചി കൊടുത്തു വിട്ട ചോറ്റുപാത്രം തുറന്ന് നന്നായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും എൻ്റെ ഒരു സ്നേഹിതനാണ് അടുത്ത ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നത്. എന്നെ വിളിച്ചവിടെ ഞങ്ങൾ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ എനിക്ക് ഭക്ഷണം അവിടെ കിട്ടി. ഭക്ഷണം കൊടുത്തു വിട്ടത് എന്തിനാ? ഏകദേശം ഇതുപോലെ അനേക ദൈവമക്കൾ. വൈ ഇൻ ദ വേൾഡ് ഡിഡ് ഗോഡ് സേവ് യു? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മുടെ ഒരു ഭാഷയില്ലേ നിറച്ചത് എന്തിനാ? ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉത്സുകരായിരിക്കാനാണ്. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു ബോധ്യം, അവർ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം അവരെ ഭരിച്ചു. നോക്കിക്കാട്ടെ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഈ കാര്യം നമ്മുടെ ഉൾബോധത്തിലേക്ക് വരാതെ വണ്ണം മരവിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, നോക്കിക്കാട്ടെ, അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഈ കൂടാരപ്പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, എന്തോ ഒരു ആഘോഷമാണെന്നറിയാവോ? ദൈവജനത്തിൻ്റെ ഈ പെരുന്നാളിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കണം. അവർ ഒരുമിച്ച് യാതൊരു ക്ലാസ് വ്യത്യാസവും ഇല്ലാതെ ദാസനും യജമാനനും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. പരദേശി വരെ സന്തോഷിക്കുകയാണ്. ഒരു പെരുന്നാളിൻ്റെ, ഒരു ഉത്സവത്തിൻ്റെ സന്തോഷം. ഇങ്ങനെ ഈ ഉത്സവ സന്തോഷം ദൈവം അനുവദിച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിലും സെലിബ്രേഷൻസേ നമുക്കൊക്കെ ഉണ്ട്. ആ സെലിബ്രേഷൻസ് നമ്മുടെ ജീവിത ദൗത്യത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കൊണ്ടു പോകും, ഡൈവേർട്ട് ചെയ്യരുത്. നോ, വി ആർ വെരി ആക്റ്റീവ് ഇൻ ദ സെലിബ്രേഷൻ ബട്ട് നോട്ട് ആക്റ്റീവ് ഇൻ ദ പർപ്പസ് ഫോർ വിച്ച് ഗോഡ് ഹാസ് സെൻറ്റ് അസ്. അപ്പോൾ അതുകൊണ്ട് ഈ കൂടാരപ്പെരുന്നാളൊക്കെ ആചരിച്ച് അവരെ അങ്ങ് മയങ്ങിപ്പോയില്ല. ഉടനെ അവരുടെ മനസ്സിൽ കൂടെ വന്നു, ദൈവാലയത്തിൻ്റെ പണി തുടങ്ങിയിരുന്നില്ലല്ലോ 6-ാമത്തെ വാക്യത്തിൽ. എന്തുകൊണ്ടാണ് കൂടാരപ്പണി അല്ലെങ്കിൽ ദൈവാലയത്തിൻ്റെ പ്രവർത്തനം അവർ ആഗ്രഹിച്ചത് എന്ന് നോക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയാണ് ശലോമോൻ ദൈവാലയം പണിയുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിലും നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാനൊരു സ്ഥലം പണിതിരിക്കുന്നു. ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, ദൈവം വസിക്കുന്ന സ്ഥലം. പഴയ നിയമ ഇസ്രായേലിന് അവരുടെ ദൈവാലയം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യം വളരെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നൊരു സ്ഥലമായിരുന്നു. മേഘം വന്നിറങ്ങിയ സ്ഥലമൊക്കെയാണ് ഇത് ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. അതിനെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് വർണ്ണിക്കാൻ ആഗ്രഹിക്കും. അവരുടെ ദൈവാലയം അവരുടെ നിവാസങ്ങളുടെ നടുവിലാണല്ലോ, ഇൻ ദെയർ മിഡ്സ്റ്റ് ആയിരുന്നു. അതിൻ്റെ അർത്ഥം ഒന്ന്,
അവർക്കൊരാഗ്രഹമുണ്ട് ദൈവത്തിൽ കേന്ദ്രീകരിച്ചൊരു ജീവിതം, ഗോഡ് സെൻറ്റേഡ് ലൈഫ്. അത് അവരുടെ ആഗ്രഹമാണ്. 2, ദൈവത്തോടുള്ള അടുത്തുള്ള ഒരു കമ്മ്യൂണിയൻ, സംസർഗം. അതാണല്ലോ ദൈവാലയം പണിയുന്നു എന്ന് പറയുമ്പോൾ അവർക്കുള്ളത്, ദൈവത്തോടടുത്ത ഒരു സംസർഗം. 3, ദൈവാലയം പണിയാൻ അവർ ഒരുമ്പെട്ടപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവരുടെ സമയം കൊടുക്കാൻ, അവർ അതിനു വേണ്ടി അധ്വാനിക്കാൻ, അവർക്കുള്ളതിനെ കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ദൈവാലയ പണിയെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനേകരും ദൈവരാജ്യ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാത്തതിൻ്റെ കാരണം, ചിന്തിച്ചാൽ സമയം കൊടുക്കേണ്ടി വരും, ചിന്തിച്ചാൽ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടി വരും, ചിന്തിച്ചാൽ അതിനുവേണ്ടി ചിലവിടേണ്ടി വരും. അതുകൊണ്ട് ചിന്തിക്കാതിരിക്കുന്നതല്ലയോ നല്ലത്. ബട്ട് ദീസ് പീപ്പിൾ വെർ നോട്ട് ലൈക്ക് ദാറ്റ്. അവർ വന്ന് പാർത്തു, സെറ്റിൽ ഡൗൺ ചെയ്തു, കൂടാരപ്പെരുന്നാളും ആരാധനയും എല്ലാം തുടങ്ങി. ബട്ട് ദേ സെഡ്, ലോർഡ്, വി ആർ വില്ലിങ് ടു ഗിവ് അവർ ടൈം. ഞങ്ങളുടെ സമയം തരാൻ ഞങ്ങൾ ഒരുക്കുക. അതിനുവേണ്ടി അധ്വാനിക്കണോ? ഞങ്ങൾ അധ്വാനിക്കാൻ ഒരുക്കുക. ഞങ്ങൾക്കുള്ളത് തരണോ? അതും തരാൻ ഞങ്ങൾ തയ്യാറാണ്. അവരെ അധികം താമസിച്ചില്ല. നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 7 മാസത്തെ താമസമേ വന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അല്പം കഴിയുമ്പോൾ മനസ്സിലാകും. ദൈവരാജ്യ പ്രവർത്തനത്തിൽ അവർ താമസിച്ചു പോയുമില്ല. They did not delay. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു മാതൃകയാണ്. എസ്രായുടെ പുസ്തകത്തിൽ ബാബേലിൽ നിന്ന് മടങ്ങി വന്ന യഥാസ്ഥാനപ്പെട്ട ഒരു ദൈവജനം, ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ജനം ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്ന് കാണുമ്പോൾ നമുക്കൊരു നല്ല മാതൃകയാണ്. അവർ ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. 2-ാം ആണ്ട് 2-ാം മാസം. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബാബേലും യോശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. ദേ ഡിഡ് നോട്ട് ഡിലേ. എന്താ ഒരു 7 മാസം? ഈ വേദഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കും. ദേ പ്രിപ്പയർഡ്, ഒരുങ്ങി. ഈ വന്ന താമസം ഒരുക്കത്തിനുള്ള താമസമായിരുന്നു. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ പ്രമാണം പിന്നീടൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വന്നതെങ്കിലും അവരുടെ ഉൾബോധത്തിൽ കർത്താവിൻ്റെ പ്രമാണം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കർത്താവ് പറഞ്ഞു, ഒരുത്തൻ ഗോപുരം പണിയാൻ തീരുമാനിച്ചാൽ ഇരുന്ന് കണക്കൂട്ടണമെന്ന്. ഒരു സൈന്യത്തോട് യുദ്ധത്തിന് പോയാൽ ഇരുന്ന് വിലയിരുത്തണം സാധ്യമാണോ എന്ന് പറഞ്ഞതുപോലെ ദേ പ്രിപ്പയർഡ്. ഈ ദൈവരാജ്യ പ്രവർത്തനത്തിന് ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരുക്കപ്പെട്ടവരെ കൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമാകത്തുള്ളൂ. വളരെ ശ്രദ്ധേയമായ കാര്യം, ഇവർ മടങ്ങി വരുന്നതിന് മുമ്പേ ഇതിനു വേണ്ടി അവർ ഒരുങ്ങി. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ അത് കണ്ടല്ലോ. ഈവൻ ബിഫോർ ദേ റിട്ടേൺ ദേ വർ പ്രിപ്പയർഡ് ഫോർ ദിസ്, ഗോട്ട് റെഡി ഫോർ ദിസ്. അപ്പോൾ എത്ര ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നോക്കിക്കോണം. 2, അവർക്ക് അതിനുവേണ്ടി ആരെയെല്ലാം ഒത്തുചേർക്കണമോ, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമോ നോക്കിക്കാട്ടെ. കൽപ്പണിക്കാർക്കും, 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ആശാരികൾക്കും ദ്രവ്യമായിട്ടും പാഴ്സി രാജാവായ കോരേസിൻ്റെ കൽപ്പനപ്രകാരം ലെബാനോണിൽ നിന്ന് ദേവദാരു കടൽ വഴി യാഫോദിലേക്ക് കൊണ്ടുവരേണ്ടതിന് സീദോന്യർക്കും സോര്യർക്കും ഭക്ഷണവും പാനീയവും എണ്ണയുമായിട്ട് കൂലി കൊടുത്തു. അപ്പോൾ നേരത്തെ ഇതൊക്കെ കൊടുത്തൊരുങ്ങിയാണ്. അപ്പോൾ ദേ വർ പ്രിപ്പയറിങ് ഈവൻ ബിഫോർ ദേ റിട്ടേൺ. ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങുക എത്ര ആവശ്യമാണ്. ഇനി അതിനകത്ത് നോക്കിക്കാട്ടെ, ദൈവരാജ്യ പ്രവർത്തനത്തിൽ അവരുടെ പ്രത്യേകത, വിവിധ ആളുകളുമായിട്ട് അവർ ചേർന്ന് പ്രവർത്തിച്ചു. കൽപ്പണിക്കാർ, ആശാരികൾ, പിന്നെ ഈ ദേവദാരു കൊണ്ടുവരുന്നവർ, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഈ ദൈവരാജ്യ പ്രവർത്തനത്തിന് വിവിധ താലന്തുള്ളവർ, വിവിധ ആളുകൾ, ഇവരോടൊക്കെ നമ്മൾ ഒത്തുചേർന്നെങ്കിലേ ദൈവരാജ്യ പ്രവർത്തനം ഭംഗിയായി കൊണ്ടുപോകാനൊക്കത്തുള്ളൂ.
willing to include them in the work. ഇനി നോക്കിക്കാട്ടെ, അവരൊരു കാര്യം കൂടെ ചെയ്തു ഈ പ്രിപ്പറേഷനിൽ. അതിന് വേണ്ടുന്നതൊക്കെ അവർ ധാരാളമായി കൊടുത്തു. They gave liberally. അവർ ദൈവാലയം നോക്കിക്കാട്ടെ, 2-ാമത്തെ അധ്യായത്തിൻ്റെ 68-69 അതിൻ്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു. തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 66,000 തങ്കക്കാശും 5,000 മേനെ വെള്ളിയും 100 പുരോഹിത വസ്ത്രവും കൊടുത്തു. ഗേവ് ലിബറലി. അപ്പോൾ ഈ ദൈവാലയ പണി നടക്കാൻ കാരണം they were willing to give. എത്ര നല്ല ഒരു മാതൃകയാണ്. ആരോ ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ചെക്ക് ബുക്കൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് എത്രമാത്രം പ്രസക്തമാവുമെന്ന് അറിയുന്നില്ലേ. ഈ ചെക്ക് ബുക്കിൻ്റെ സ്റ്റബ് നോക്കിയാൽ അറിയാം വിശ്വാസിയാണോ എന്ന് പറഞ്ഞാൽ. ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ നോക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നല്ല റിഫ്ലക്ഷൻ കാണും. അമേരിക്കൻ ഐക്യനാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചു. കാർ ആക്സിഡൻറ്റ്. അവൾ ഡ്രൈവ് ചെയ്യുമായിരുന്നു, ആക്സിഡൻറ്റിലായി മരിച്ചു. അപ്പോൾ ആരുമില്ലാഞ്ഞതുകൊണ്ട് പോലീസുകാർ കാര്യങ്ങൾ ഐഡൻറ്റിറ്റിയൊക്കെ സെർച്ച് ചെയ്യുന്ന വഴി അവളുടെ ഹാൻഡ് ബാഗ് തുറന്നു. ഹാൻഡ് ബാഗ് തുറന്ന് നോക്കിയ കൂട്ടത്തിൽ അവളുടെ ഹാൻഡ് ബാഗിലൊരു ചെക്ക് ബുക്ക് കണ്ടു. അപ്പോൾ ചെക്ക് ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ ദൈവരാജ്യ പ്രവർത്തനത്തിന്, സഭയ്ക്ക്, ശുശ്രൂഷകന്മാർക്ക്, ആവശ്യക്കാർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു വലിയ ലിസ്റ്റ് കണ്ടു. അപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ ആക്സിഡൻ്റ് ആയെന്നറിഞ്ഞ് അവനും ആ സ്ഥലത്ത് വന്നു. അപ്പോൾ പോലീസുകാർ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ ഇപ്രകാരം ഞാനൊന്ന് പറയട്ടെ, വാട്ട് കൈൻഡ് ഓഫ് എ ഗേൾ വാസ് ദിസ്? ഇവളുടെ ജീവിതം എന്തൊരു വ്യത്യസ്തമായ ജീവിതം. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, അതെന്താ? ഞങ്ങൾ അവരുടെ ചെക്ക് ബുക്ക് നോക്കി, ഇങ്ങനെയായിരുന്നു അവളുടെ എക്സ്പെൻഡിച്ചറൊക്കെ. ദൈവമക്കളുടെ ചെലവ് കണ്ടാൽ അറിയണം ദൈവവൈതലാണോ. ഹൗ ഡു വി സ്പെൻഡ്? പിതൃഭവന തലവന്മാരെ നോക്കിയാൽ അറിയാം, അവരെ ഔദാര്യദാനങ്ങളെ കൊടുത്തു. അവരുടെ പ്രാപ്തിക്കനുസരിച്ച്, നോട്ട് ബിയോണ്ട്, അവരുടെ പ്രാപ്തിക്കനുസരിച്ച് അവർ കൊടുത്തു. അതാ ദൈവാലയം പണിയാനിടയായത്. ഇനി നോക്കിക്കാട്ടെ, കൊടുക്കുക മാത്രമല്ല, സമയം കൊടുക്കാൻ ഒരുക്കമായെന്ന് മാത്രമല്ല, അവർ പ്രവർത്തിക്കാനും ഒരുക്കമായിരുന്നു. നോക്കിക്കാട്ടെ, ഇങ്ങനെയാണ് നാം വായിക്കുന്നത് 3:8 ആദ്യ ഭാഗത്ത്. അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. They were willing to work also. ദൈവരാജ്യത്തിൽ ഈ പ്രവർത്തിക്കുന്നവരെ എത്ര ആവശ്യമില്ലയോ. അങ്ങനെ അവർ പ്രവർത്തനം ആരംഭിച്ചു. ഇനി നമുക്ക് നോക്കാം ആ പ്രവർത്തനം എങ്ങനെയാണ് കൊണ്ടുപോയത്. നമുക്കെന്നാൽ ഒരു മാതൃക വേണമല്ലോ. They were willing to work. How did they work? ഒന്നാമത് നോക്കിക്കാട്ടെ, ഈ നേതൃത്വത്തിലുള്ളവർ നല്ല മാതൃകയാണ്. ദൈവരാജ്യ പ്രവർത്തനം നടക്കണമെങ്കിൽ നേതൃത്വം മാതൃകയുള്ളതായിരിക്കണം. ആരോ ഒരാൾ പറഞ്ഞു, പുൾപ്പിറ്റ് പോകുന്നത് പോലെയാണ് ഇരിപ്പിടം നീങ്ങുന്നതെന്ന്. As the pulpit goes, the pew goes also. പുൾപ്പിറ്റിൽ ക്ഷീണം വന്നാൽ ഇരിപ്പിടത്തിലും ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഉടനെ നമ്മൾ ആലയത്തിലേക്ക് നോക്കുക മാത്രമല്ല, നേതൃത്വത്തിൽ ക്ഷീണം വന്നാൽ അണികളിൽ ക്ഷീണം വരും. അപ്പോൾ ഒരു നല്ല ശതമാനം ആളുകളും എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞവരെ തന്നെ. പക്ഷെ നമ്മളെല്ലാം ഓരോ രീതിയിൽ ലീഡർഷിപ്പിലുള്ളവരാണ്. ഒരു കുടുംബത്തിൻ്റെ ലീഡർഷിപ്പില്ലേ? സമൂഹത്തിലൊരു ലീഡർഷിപ്പില്ലേ? ദൈവം കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ അതിനൊരു ചുമതലയില്ലേ? കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും, ചെറിയ കൂട്ടമായിരിക്കും, അവിടെ നമുക്കൊരു ലീഡർഷിപ്പ് റോളില്ലേ?
വി ആർ ഓൾ ലീഡേഴ്സ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് നമ്മുടെ സർക്കിളിൽ നമുക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു സമൂഹമുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അവരെ നേതൃത്വത്തിലുള്ളവർ അതിനായി ഒരുങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യണം. നമ്മളുടെ ജീവിതത്തെ ആശ്രയിച്ച് ആത്മീക ജീവിതം കൊണ്ടുപോകുന്ന ഒരു കൂട്ടം നമ്മുടെ പുറകിലുണ്ട് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. ഹൗ വി ഗോ, ദ പീപ്പിൾ ഹു ഫോളോ us വിൽ ഗോ. നമ്മുടെ ജീവിതം അതിന് മാതൃകയാണോ എന്ന് ശോധന ചെയ്യണം. ഇവിടെ നാം കാണുന്നു സെരുബാബേലും യാസോദാക്കിൻ്റെ മകനായ യോശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും. സെരുബാബേലും യോശുവയും പിന്നെ പുരോഹിതന്മാരും ലേവ്യരും, ദ ലീഡേഴ്സ്, ദേ വെർ ഇൻ ദ ഫോർഫ്രണ്ട്. ഞാനൊരു പട്ടക്കാരനെ കുറിച്ച് കേൾക്കുകയുണ്ടായി. ഓണവാരവേലയൊക്കെ നടന്നുകൊണ്ടിരുന്ന കാലമാണ്, ഒരു 7 വർഷം മുമ്പായിരിക്കും. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞ, മക്കളെ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ മുമ്പിലുണ്ടാകും കേട്ടോ, നിങ്ങളുടെ അച്ഛൻ മുമ്പിലുണ്ടാകും, വരണം. യുവർ പാസ്റ്റർ വിൽ ബി ദെയർ ഇൻ ദ ഫ്രണ്ട്, ഫോളോ. നമ്മുടെ ലെവലിൽ അത് പറയണം, മറ്റുള്ളവരോട് പറയണം. ഐ വിൽ ബി ഇൻ ദ ഫ്രണ്ട്, ഫോളോ മീ. ലീഡർഷിപ്പിൻ്റെ നല്ല മാതൃക. 2, ദൈവരാജ്യ പ്രവർത്തനത്തിന് ഒരു ചിട്ടയടുക്കമുണ്ട്. ഈ ചിട്ടയടുക്കമില്ലാത്തത് ദൈവരാജ്യ പ്രവർത്തനമല്ല. നോക്കിക്കാട്ടെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, കത്മിയേലും അവൻ്റെ പുത്രന്മാരും ട്രൈബൽ ലീഡേഴ്സാണ്. ഹോദ്യാവിൻ്റെ പുത്രന്മാരും ഹെനേദാദിൻ്റെ പുത്രന്മാരും ഓരോ ട്രൈബൽ ലീഡേഴ്സാണ്. അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ നേതൃത്വത്തിലാക്കി, ഓർഗനൈസ്ഡ്. ദൈവരാജ്യ പ്രവർത്തനം ഭംഗിയായി പോകണമെങ്കിൽ നല്ല ചിട്ടയും അടുക്കലും പോകാൻ ഇടയാണ്. ഇനി അടുത്തത് നോക്കിക്കാട്ടെ, 3, നേതൃത്വത്തിലുള്ളവർ മുൻനിരയിൽ നിന്നു. 2, അടുക്കും ചിട്ടയിലും കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. 3, ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. ഇത് ഞാൻ പറയാതെ തന്നെ കേട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ദൈവരാജ്യ പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ ഐക്യത, ഹാർമണി ആവശ്യമാണ്. If harmony is broken, if unity is broken, we cannot achieve God's purpose. ദൈവരാജ്യ പ്രവർത്തനം നമുക്ക് സാധ്യതയിലേക്ക് നീക്കണമെങ്കിൽ നാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. They worked unitedly. ഇതുകൊണ്ട് തന്നെയാണ് പൈശാചികൻ്റെ ആദ്യത്തെ തന്ത്രം ഇവിടെയാണ്, ടു ഡിവൈഡ്. ഈ നാഷണൽ ജോഗ്രഫിക്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും, ഈ കാട്ടുപോത്തും പിന്നെ സീബ്രയുടെ കൂട്ടവും പിന്നെ കന്നുകാലികളും എല്ലാം അവരെ ഈ കാട്ടിൽ നടക്കുമ്പോൾ ഒറ്റയ്ക്കൊരിക്കലും നടക്കത്തില്ല. ദേ ഗോ ആസ് എ ബിഗ് ഗ്രൂപ്പ്. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് സിംഹത്തിൻ്റെ വായിൽ നിന്നും കടുവായുടെ വായിൽ നിന്നും ഒക്കെ ലെപ്പേർഡിൻ്റെ വായിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുന്നത്. They escape because they are together. ആ സീൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഇങ്ങനെയുള്ള ഈ ആക്രമിക്കുന്ന മൃഗങ്ങൾ, പ്രിഡേറ്റേഴ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, അവരെ ആക്രമിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ കൂട്ടത്തെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ അവർ നോക്കും. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കയ്യിലൊരു ഇരയെ കിട്ടും. അതുകൊണ്ട് ദൈവരാജ്യ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും ബന്ധങ്ങൾ ശിഥിലമാകാതെ ഇരിപ്പാനായി കഠിനമായി അധ്വാനിക്കണം. അതുതന്നെ ദൈവരാജ്യത്തെ അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. we can bless the kingdom of God by keeping unity. ഐക്യത കാക്കുന്നതിനാൽ, അങ്ങനെയാണല്ലോ വേദപുസ്തക ഭാഷ, കീപ്പിംഗ് ദ യൂണിറ്റി ഇൻ ലവ്.
അങ്ങനെ കാക്കുന്നത് തന്നെ ദൈവരാജ്യ പ്രവർത്തനത്തിലെ വലിയൊരു ശുശ്രൂഷയാണ്. കാരണം വി നീഡ് ടു വർക്ക് ടുഗെദർ. അവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു എന്ന് കാണും. ശക്തി അവിടെയാണല്ലോ ഇല്ലേ, ഷാർപ്പ്നെസ് അവിടെയാണ്. അതുമാത്രമല്ല, തമ്പുരാൻ പ്രവർത്തിക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണമല്ലോ. ദൈവരാജ്യ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഇഫ് ഗോഡ് ഹാസ് ടു വർക്ക്, വി ഹാവ് ടു ബി ടുഗെദർ. കാരണം നമ്മളെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വരുന്നത്. വി ഗെറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് വി ഗെറ്റ് ദ പവർ ഓഫ് ഗോഡ് വെൻ വി ആർ യുണൈറ്റഡ് ഇൻ ലവ്. അതുകൊണ്ട് ആത്മാവിൻ്റെ ഐക്യത, സ്നേഹബന്ധത്തിൽ കാക്കാൻ വിശ്വാസികൾ ദൈവരാജ്യ പ്രവർത്തനത്തിലുള്ള നാം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. നോക്കിക്കാട്ടെ അവരുടെ ഐക്യത എങ്ങനെയാണ് അവർ സൂക്ഷിച്ചതെന്ന്. ഇസ്രായേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട്, വാക്കൊന്ന് ശ്രദ്ധിച്ച, ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി. കെയിം ടുഗെദർ. ഒന്നിച്ച് വന്നെന്ന് മാത്രമല്ല, ഒന്നിച്ച് വന്നപ്പോൾ ഒരു മനസ്സോടെ വന്നു. പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയാണ്. പ്രവർത്തനം ആരംഭിക്കുന്നതിന് അവിടെ പാർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഒരുമനപ്പെട്ട് വന്നകൂടി. ദേ കെയിം ടുഗെദർ. എത്ര ആവശ്യമാണില്ലയോ? ദൈവമക്കളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒന്നിച്ച് കൂടുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുടെ വിശ്വാസ ജീവിതം എവിടെ നിൽക്കുന്നുവെന്ന് അവരവർ ശോധന ചെയ്യണം. നമുക്ക് വിധി കൽപ്പിക്കണ്ട. എങ്കിലും when we have the Spirit of God, we have the desire for fellowship. ദൈവജനത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഴമായ ഒരാഗ്രഹമാണ് ദൈവമക്കളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്. എപ്പോഴും ഉള്ളത് ഒന്നിച്ച് ചേർന്നിരിക്കാൻ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ. അങ്ങനെ ഇരിക്കാനൊക്കത്തുള്ളൂ. നമ്മളെ ആ അനുഭവത്തിൽ ചേർന്ന് പോകാൻ നമുക്ക് കഴിയണം. ഒരുമനപ്പെട്ട് വന്നുകൂടി. അത് അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇനി നോക്കിക്കാട്ടെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ യോശുവയും അവൻ്റെ പുത്രന്മാരും സഹോദരന്മാരും കദ്മിയേലും അവൻ്റെ പുത്രന്മാരും ഹോദവ്യാവിൻ്റെ പുത്രന്മാരും ഹെനേദാദിൻ്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരായ ലേവ്യരും യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ ഒരുമനപ്പെട്ട് നിന്നു. നോട്ട് ഓൺലി ദേ കെയിം ടുഗെദർ, ദേ സ്റ്റുഡ് ടുഗെദർ. ഒരുമനപ്പെട്ട് നിന്നു. ആ ഒരുമനപ്പെട്ട് നിൽക്കുമ്പോഴാണ് വലിയ ശക്തി എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ വടംവലി ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തെ ഈ ഐറ്റം ഈ ടീച്ചേഴ്സും ഓൾഡ് സ്റ്റുഡൻസും തമ്മിലുള്ള വടംവലിയാണ്. പഠിക്കുന്ന പിള്ളേരെല്ലാം ടീച്ചേഴ്സിൻ്റെ സൈഡിലാണ്. എനിക്ക് എപ്പോഴും സന്തോഷമുണ്ടായിരുന്നു. ഈ ജേക്കബ് ജോൺ എന്ന് പേരുള്ളൊരു സാറുണ്ടായിരുന്നു, ഞങ്ങളെ ബയോളജി പഠിപ്പിച്ച്. സാറാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. ഒരു ചാക്കെടുത്ത് പുറകിലിട്ട് വടമെടുത്ത് തൻ്റെ ചുമലിൽ കൂടെ ഇട്ട് അതിനൊരു കെട്ടിട്ട് ഇടത്തെ കാല് കൊണ്ടൊരു ചവിട്ടുണ്ട്. വലത്തെ കാല് പിന്നെ ചവിട്ടുന്ന മുമ്പ് നിൽക്കുന്ന അടുത്ത സാറിൻ്റെ കാലയിലാണ്. അവരുടെ ആ നിപ്പ് എന്താണെന്നറിയാമോ? മുമ്പിലുള്ള സഹോദരൻ ഇളകല്ലേ, ചവിട്ടി നിൽക്കുകയാണ്. എങ്ങനെ തോക്കും? അവിടെയല്ലയോ വിജയം. അവർ ഒരുമനപ്പെട്ട് നിന്നു. ദേ സ്റ്റുഡ് ടുഗെദർ. ദേ സ്റ്റുഡ് ടുഗെദർ. ഇനിയും നോക്കിക്കാട്ടെ 3:11 അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ടതുകൊണ്ട് ജനമെല്ലാം
ജനമെല്ലാം. ആ വാക്ക് ശ്രദ്ധിച്ചോണേ, ഓൾ ദ പീപ്പിൾ അത്യുച്ചത്തിൽ ആർത്തു സ്തുതിച്ചു. ദേ സാങ് ടുഗെദർ, ദേ ഗോട്ട് ടുഗെദർ, ദേ സ്റ്റുഡ് ടുഗെദർ, ദേ സാങ് ടുഗെദർ. എന്തോ പാട്ടായിരിക്കും, എന്തൊരു ശക്തിയായിരിക്കും, എന്ത് ദൈവകൃപയായിരിക്കും. ഒരുമിച്ച് അങ്ങോട്ട് പാടുമ്പോൾ എന്തൊരു സന്തോഷം. ആ പാട്ടിന് വലിയ ബലമാണ്. യഹോശാപ്പാത്തിനോട് ചോദിച്ചാൽ പറയൂ, യഹോശാപ്പാത്തെ ഈ അമോന്യരും മോവാബ്യരും മേയൂന്യരിൽ ചിലരും കൂടി നിന്റെ നേരെ യുദ്ധത്തിന് വന്നില്ലയോ? എന്തുവായിരുന്നു തന്ത്രം? മുമ്പിൽ രാജാവ്, പുറകെ ലേവ്യര്. ദൈവത്തെ പാടിയവർ ഒരുമിച്ച് എല്ലാവരും പാട്ടുകാരൊന്നുമല്ല, പക്ഷേ അവർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ ഒരുമനപ്പെട്ട് അങ്ങോട്ട് നിന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഉയർത്തി ഇങ്ങോട്ട് വ്യാപരിച്ചു. വന്ന സൈന്യങ്ങളുടെ നേരെ ദൈവം പതിയിരിപ്പുകാരെ ഇരുത്തി. ശത്രു തോറ്റുപോയി. യെരിഹോ മതിൽ തകർന്നതോ? 7ാമത്തെ റൗണ്ടിൽ കാഹളം ഊതിക്കഴിഞ്ഞപ്പോൾ ജനമെല്ലാം ഒന്നിച്ച് ആർപ്പിട്ടു. They shouted together. ഇതാണല്ലോ നമുക്കിന്ന് ആവശ്യം. അതുകൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് നിൽക്കാം. നമ്മുടെ കാല് അടുത്ത സഹോദരൻ്റെ കാലിനെ ഉറപ്പിക്കുന്നതാകാം. Let us get together. Let us stand together. Let us sing together. എനിക്ക് ഈ വള്ളത്തിൻ്റെ ഈ പിന്നെ ബോട്ട് റേസ് ഉണ്ടല്ലോ, കാണാൻ വലിയ രസമാണ്, നല്ല രസമാണ്. അതിൽ ഒരു താളം കൊട്ടുന്ന ഒരാളുണ്ട്, നടുക്ക് നിന്ന് ഒരു തടി ഇട്ട് ഇടിക്കുക. ആ താളവും തുഴ പോകുന്ന ഒരുപോലെ. എന്ത് സിങ്ക്രണൈസ്ഡ് ആണെന്നറിയാം. ഒറ്റ തുഴ പോലും ഔട്ട് ഓഫ് സിങ്ക് അല്ല, എല്ലാം ഒന്നിച്ച്. എങ്ങനെ ജയിക്കാതിരിക്കും? അതിൻ്റെ കാരണം വള്ളത്തേൽ ഒരു താളേ ഉള്ളൂ. ആ താളത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് കഠിനമായ ഈ കാലത്തിൽ, നമുക്കങ്ങോട്ട് ചേർന്ന് നിൽക്കാം, ഒരുമനപ്പെട്ട് നിൽക്കാം. ലെറ്റ് us sing together, let us stand together, let us get together. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് നോക്കാം അവരടുത്തതായി ചെയ്തത്. അവരൊരുമിച്ച് ചേർന്നു, ദൈവത്തിൻ്റെ പണിയിൽ അവർ ഏർപ്പെട്ടു എന്ന് മാത്രമല്ല, അവരെ പണിയുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി. തീർന്നിട്ടല്ല, തീരുന്നതിന് മുമ്പേ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇങ്ങനെയാണ് നാം വായിക്കുന്ന 3:10. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ, കേട്ടോ, അടിസ്ഥാനമിട്ടപ്പോൾ ദാവീദിൻ്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന്, കണ്ടോ, they began to praise the Lord. ദൈവരാജ്യ പ്രവർത്തനം എപ്പോഴും കഠിനമാണ്, ഈസിയേ അല്ല. പക്ഷേ അതിന് ഒരു വലിയ പ്രതിവിധിയാണ് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒരനുഭവം. പ്രൈസിങ് ഗോഡ്. ദൈവത്തെ സ്തുതിച്ചു. ആ ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങളോട് അതിനോട് ചേർന്ന് കാണാൻ കഴിയും. എങ്ങനെങ്കിലുമല്ല, നോക്കിക്കാട്ടെ, ദാവീദിൻ്റെ ചട്ടപ്രകാരം. അപ്പോൾ എന്തോ ഒരു ഓർഡറുണ്ട്. ഈ ദാവീദിൻ്റെ ചട്ടപ്രകാരം എന്ന് പറയാൻ കാരണം, അദ്ദേഹം ലേവ്യരെയൊക്കെ ക്രമീകരിച്ച് അതിൻ്റെ ടീമിനെയൊക്കെ ഉണ്ടാക്കി, അവർക്ക് സംഗീതക്കാരെയും അതിനുള്ള നായകന്മാരെയും ഒക്കെ നിർത്തി അദ്ദേഹത്തിന് ഒരു നല്ല ചട്ടമുണ്ട്, നല്ല ഓർഡർ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പ്രധാനമായി ഞാൻ ചിന്തിക്കുന്നത്, ദൈവികമായ ചട്ടം ലംഘിച്ചാൽ ഏറ്റവും നല്ല പ്രവൃത്തിയും ഫലകരമാകത്തില്ലെന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ദാവീദ്.
യഹോവയുടെ പെട്ടകം മടക്കിക്കൊണ്ടുവരാൻ 2 ശമൂവേൽ 6 വായിച്ചു നോക്കണം. നല്ല ആഗ്രഹമായിരുന്നു. അദ്ദേഹം കൊണ്ടുവരാൻ തീരുമാനിച്ചു. 30,000 ബിരുദന്മാരെയൊക്കെ ഒന്ന് സമ്പാദിച്ച് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പുതിയ വണ്ടിയൊക്കെ ക്രമീകരിച്ച് യഹോവയുടെ പെട്ടകമൊക്കെ കൊണ്ടുവന്നു. പക്ഷേ വരുന്ന വഴിക്ക് കാള വരണ്ടു. ഉസ കൈയൊന്ന് നീട്ടി. ദൈവം കോപിച്ചു. അവനവിടെ മരിച്ചു വീണു. ദാവീദ് ദുഃഖിച്ചു. ആ സെലിബ്രേഷനും ദൈവരാജ്യ പ്രവർത്തനവും അതോടുകൂടെ സമാപിച്ചു. പിന്നീട് യഥാസ്ഥാനപ്പെട്ടതിന് ശേഷമാണ് പെട്ടകം തിരിച്ചു കൊണ്ടുവന്നത്. സോ ഹി ന്യൂ ദർ ഇസ് എൻ ഓർഡർ. ദൈവരാജ്യ പ്രവർത്തനത്തിന് ചില പ്രമാണങ്ങളുണ്ട്. പ്രമാണം തെറ്റിച്ച് ദൈവരാജ്യ പ്രവർത്തനം സാധ്യമല്ല. ഗോഡ്സ് വർക്ക് ക്യാൻ ഓൺലി ബി ഡൺ ഇൻ ഗോഡ്സ് വേ. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ദൈവത്തെ സഹായിക്കാനായിട്ട് കാര്യങ്ങളൊന്ന് നടത്തിയെടുക്കണ്ടായോ? അപ്പോൾ ഇച്ചിരി പ്രമാണമൊക്കെ ഒന്ന് വിട്ടാലും കാര്യമൊന്ന് നടത്തിയെടുക്കുക, ദൈവരാജ്യത്തെ സഹായിക്കുകയല്ലയോ? ദൈവത്തിന് ആ സഹായം ആവശ്യമില്ല. പ്രമാണം അനുസരിച്ചുള്ള പ്രവർത്തനം മതി. അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഗോഡ് ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. ദാവീദിൻ്റെ ചട്ടപ്രകാരം അവർ ദൈവരാജ്യ പ്രവർത്തനത്തിലേറ്റു. ഇനി നോക്കാട്ടെ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ രണ്ടാമതൊരു കാര്യം, ദൈവത്തിന് മഹത്വം കൊടുത്തു. ആ മന്ദിരം പണിതപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചു, ആരേലും അതിൻ്റെ ഫൗണ്ടേഷനിലോ സ്റ്റോൺ ലേഡ് ബൈ എന്ന് വല്ലതും എഴുതി വെച്ചോ എന്ന് ഒന്ന് ചിന്തിച്ചു. ഈ കല്ലിട്ടത് ആരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എഴുതാൻ ഒരുത്തൻ ധൈര്യപ്പെടുന്നുവെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഇടുമ്പോഴും നടക്കുമ്പോഴും കല്ല് ചുമക്കുമ്പോഴും തമ്പുരാനെ നിനക്ക് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നേ. നിനക്ക് മഹത്വം. ഫ്രാൻസിസ് ഓഫ് അസീസി ഒരു ദൈവാലയം പണിയുന്നതിൽ അദ്ദേഹം ഏർപ്പെട്ടതായി ഞാൻ വായിക്കാനിടയായി. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നെങ്കിലും അദ്ദേഹവും കൂടെ ആ പ്രവർത്തനത്തിനകത്ത് അങ്ങ് ഏർപ്പെട്ടു. പക്ഷേ കല്ല് ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ നിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടാ അദ്ദേഹം കല്ല് ചുമന്നെന്ന്. ആ എഴുതിയ ആൾ പറഞ്ഞു, വെരി സോഫ്റ്റ് ഹാൻഡ്സ്. പണിതൊന്നും പരിചയമുള്ളവനല്ലല്ലോ, മൃദുവായ കരമുള്ളവനാ. പക്ഷേ ആ കല്ല് ചുമക്കുമ്പോൾ തമ്പുരാനെ നിനക്ക് സ്തോത്രം, നിൻ്റെ മഹത്വത്തിനാണല്ലോ ഈ കല്ല്. അങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ബിൽറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നോക്കിക്കാട്ടെ അവർ എന്ത് ചെയ്തെന്ന്. 3:11 അവർ യഹോവയെ, അവൻ നല്ലവൻ. ഒന്നാമത് അവർ യഹോവയെ. വിഷയം എന്തുവാ? യഹോവ. കൂടി വരുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം തമ്പുരാനാണ്, മഹത്വം ദൈവത്തിനാണ്. 2, അവനെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് നോക്കി, അവൻ നല്ലവനാകട്ടോ. ബാബേൽ ദേശത്ത് നിന്ന് മടങ്ങി വന്നവൻ ഇതല്ലാതെ എന്തോ പറയും? മടങ്ങി വരാൻ ഒരു സാധ്യതയില്ലാത്ത ഈ ജനത്തെ മടക്കിക്കൊണ്ടുവന്നൊരു ദൈവത്തിന് തമ്പുരാനെ നീ നല്ലവനെന്നല്ലാതെ എന്തോ പറയുന്നേ? ലോർഡ് വി പ്രൈസ് യു, യു ആർ ഗുഡ്. രണ്ടാമത് പറയുക, ഇസ്രയേലിനോട് അവൻ്റെ ദയ, ദൈവത്തിൻ്റെ ദയ. അപ്പോൾ ഈ ജനത്തിന് പറയാൻ, കർത്താവേ ഞങ്ങളുടെ ഒരു ഗുണവുമല്ല, ഞങ്ങൾ ചെയ്തൊരു നന്മയല്ല, 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം നിനക്ക് ഞങ്ങളോട് കരുണ തോന്നി. ഇത്രമാത്രം ശക്തന്മാരായ രാജാക്കന്മാരുടെ മനസ്സിനകത്ത് നീ ഒരു ഉണർവ് കൊടുത്ത് അവരുടെ മനസ്സിനെ നീ പിടിച്ചുണർത്തി ഒരു കൽപ്പന കൊടുപ്പിച്ച് ഞങ്ങളെ മടക്കിക്കൊണ്ടുവന്ന് വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനും തന്ന് ഈ ദേശത്ത് കൊണ്ടുവന്ന നിൻ്റെ മഹാദയയ്ക്ക് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഓ ദേ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി, ദൈവത്തിന് സ്തോത്രം ചെയ്തു. നോക്കിക്കാട്ടെ, അത് മാത്രമല്ല, എല്ലാവരും സ്തോത്രം ചെയ്തു. എനിക്ക് സന്തോഷം തോന്നി. കുറച്ച് പേര് പാടി ബാക്കിയുള്ളവർ ഇരുന്ന് കാണുകയില്ലായിരുന്നു. എല്ലാവരും നോക്കിക്കാട്ടെ, ആ വാക്യം നോക്കി,
അടിസ്ഥാനം ഇട്ടത് കൊണ്ട് 3:11 ജനമെല്ലാം അവർ ടോട്ടലി ഇൻവോൾവ്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ വർക്ക്. ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു കാര്യം കൂടെ ഉണ്ട്, തീഷ്ണതയോടെ അവർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലയത്തിന് അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ഇവിടെ അകത്ത് തീ ഉണ്ടെങ്കിൽ ഈ ശബ്ദത്തിനകത്ത് തീയില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവത്തിൻ്റെ മഹത്വം കരയറ്റി അത്യുച്ചത്തിലായതുകൊണ്ട് അനേകർ കേട്ടെന്ന് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മെഗാഫോണൊന്നും വേണ്ട, അവരുടെ പാട്ട് മതി, എല്ലാവരും കേട്ടു. എന്താണ് അവരുടെ പാട്ടിനകത്തെ പ്രത്യേക സന്ദേശം? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു കാര്യം കൂടെ, അവർക്ക് തീഷ്ണത ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, ഒരു അല്പം വൈകാരികതയുണ്ടായിരുന്നു. ചിലർ പറയും ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും അനങ്ങാതിരുന്ന് അങ്ങ് ആരാധിച്ചാൽ പോരെ. ഞാൻ ചോദിക്കും, ഈ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കി, ഒരാഴ്ച സഹിക്കുമായിരിക്കും. അത് കഴിയുമ്പം എവിടെയെങ്കിലും ചികിത്സയ്ക്ക് കൊണ്ടുപോകും. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. തമ്പുരാനോട് സംസാരിക്കുമ്പോൾ അകത്തൊരു ഇമോഷൻ വേണ്ടേ? ചിലർ സന്തോഷിച്ചു, അങ്ങനെയാണ് നാം വായിക്കുന്നത്. ചിലർ കരഞ്ഞു, അത് കുഴപ്പമില്ല. അപ്പം ചിലയിടത്തൊക്കെ ദൈവവചനം പറയുമ്പോഴേ ഒന്ന് ചിരിക്കണം, അല്ലേ കരയണം, എന്തെങ്കിലും ചെയ്യണം. ഒന്നുമില്ലാതെ ഈ അരകല്ല് പോലിരുന്നാൽ എങ്ങനെയാ? ദർ മസ്റ്റ് ബി സം മൂവ്മെൻറ്റ്. ഹൃദയത്തിനകത്തോ ഒരു അനക്കം വേണ്ടേ? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ചിലർ സന്തോഷിച്ചു. നമുക്കൊന്ന് നോക്കാം, സന്തോഷിക്കാൻ വകയില്ലയോ? ഉണ്ട്. ചില കാര്യങ്ങളൊന്ന് പറയട്ടെ. ഇങ്ങനെയാണ്, പലരും സന്തോഷത്തോടെ ഉച്ചത്തിലാർത്തു. 3:12 കാരണം പറയാം. 1, ഇവരെവിടെ ആയിരുന്നു? ബാബേലിലായിരുന്നു. എന്തുകൊണ്ടാണ്? ദൈവം ചിതറിച്ചത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ശിക്ഷ കൊണ്ടാണ്. ഇല്ലേ? ഞാൻ ആ ഭാഗമൊക്കെ വായിക്കാൻ സമയമില്ല. 2 ദിനവൃത്താന്ത 7:19-20 ഈ ആലയത്തെയും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതായത് അന്യാരാധനയിലേക്കൊക്കെ പോയാൽ, ദൈവത്തെ വിട്ട് കളഞ്ഞു പോയാൽ ഈ ആലയത്തെയും ഞാൻ നീക്കിക്കളഞ്ഞു. അതെല്ലാം യഥാസ്ഥാനപ്പെട്ടു. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്ത 7:14 നിങ്ങൾ മടങ്ങി വന്നാൽ, നിങ്ങൾ മനം തിരിഞ്ഞാൽ, നിങ്ങളുടെ ദുഷ്ടത നിങ്ങൾ ഉപേക്ഷിച്ചാൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പോൾ ഇവർക്കൊരു കാര്യം, സന്തോഷം വരാൻ കാരണം എന്നാണെന്നറിയാമോ? നഷ്ടത്തിൽ നിന്ന് ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി, തകർച്ചയിൽ നിന്ന് ദൈവം ഉദ്ധരിച്ചു. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ നാവിന്മേൽ പുതിയ പാട്ട് തന്നു. ദ ലോർഡ് റിസ്റ്റോർഡ്. സന്തോഷിച്ചു പോയി. 2, അവർ സന്തോഷിക്കാനുള്ള കാരണം, ഇതുവരെ കേബാർ നദി തീരത്ത് ഇരിപ്പായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് ഓർത്തു, യെരുശലേമിനെ ഓർത്തു. 137 സങ്കീർത്തനം വായിക്കണം. അവർ സിയോനെ ഓർത്തു, ഉള്ളിൽ കരഞ്ഞു. പക്ഷേ ഇപ്പോഴേ വലിയ സന്തോഷം വന്നല്ലോ, കൂടി വരാനൊരു സ്ഥലമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 3, അവർ സന്തോഷിക്കാനുള്ള കാരണം, ഇവർ യഥാസ്ഥാനപ്പെട്ടതുകൊണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയുണ്ട് എന്ന് ജാതികൾ അറിയും. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ, വെൻ ഗോഡ്സ് ടെമ്പിൾ ഈസ് ഇൻ ദെയർ മിഡ്സ്റ്റ്, ഒരു യഹോവയുണ്ടെന്ന് ജനം അറിയുമെന്ന്. ഇപ്പോൾ അവരുടെ സന്തോഷം, കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വിജാതികൾ നീ ഉണ്ടെന്ന് അറിയുമല്ലോ. അപ്പോൾ അവർ സന്തോഷിച്ചു പോയി. മടങ്ങി വന്നതുകൊണ്ട് സന്തോഷം, കൂടി വരുന്നത് കൊണ്ട് സന്തോഷം, അവരുടെ ജീവിതത്തിൽ കൂടെ സാക്ഷ്യം പോകുന്നത് കൊണ്ട്
സന്തോഷം. അതിനിടയ്ക്ക് കുറച്ച് പേര് കരയുകയും ചെയ്തു. അപ്പോൾ അതിനും കാരണമുണ്ട്. അത് മൂപ്പന്മാരാണ് കരഞ്ഞത്. നമുക്ക് ആ വേദഭാഗം 3:12 ഉറക്ക കരഞ്ഞുപോയി വയോധികന്മാരായ അനേകർ. അവർ ഈ പണ്ടത്തെ നാടുകൾ ഓർത്തതുകൊണ്ടാണ് കരഞ്ഞത്. ഈ ഒന്നാമത്തെ ദൈവാലയം കണ്ടിട്ടുള്ളവർക്ക് കരയാനുള്ള കാരണമുണ്ട്. 3 കാരണം പറയാൻ പോവാം. ഒന്ന്, ഈ ഒന്നാമത്തെ ആലയത്തിന് ഉപയോഗിച്ച തങ്കവും പൊന്നും വിലയേറിയ വസ്തുക്കളും ഒക്കെ ഒന്നും വർണ്ണിക്കാനൊക്കത്തില്ല. ദാവീദ് രാജാവും ശലോമോൻ അവൻ്റെ പ്രതാപത്തിലും ഒക്കെ ഈ ഡോറ് മുഴുവൻ സ്വർണ്ണമായിരുന്നു. ഗ്ലോറിയസ് ഇൻ ദെയർ മെറ്റീരിയൽസ് ഉപയോഗിച്ച. അപ്പോൾ അത്ര മനോഹരമായിരുന്നു. 2, ഒന്നാമത്തെ ദൈവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ യാഗം കഴിച്ചതിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം. 2 ദിനവൃത്താന്തം 5:6 വളരെ ആടുകളെയും കാളുകളെയും പെട്ടകത്തിൽ എൻ്റെ മുമ്പിൽ യാഗം കഴിച്ചു. 1-2 എണ്ണമല്ല, വളരെയധികം. അപ്പോൾ ഇവരോർത്തു, ഇവിടെ അന്നേ ഡെഡിക്കേഷൻ്റെ എന്തുമായിരുന്നു, അന്ന് പണിതപ്പോൾ ഉപയോഗിച്ച വസ്തുക്കൾ എത്ര വിലപിടിപ്പുള്ളതായിരുന്നു. 3, അന്ന് ശലോമോൻ ഒന്നാമത്തെ ദൈവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ മേഘം വന്നിറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 5:13-14 വായിക്കും. മേഘം വന്നങ്ങ് ഇറങ്ങി. ഇത്രയും ഗ്ലോറി അല്ലയോ ഇത് കണ്ടേച്ചാ ഇപ്പോഴേ ഈ ചെറിയ കല്ലിടുന്നു. അത് കണ്ടപ്പോൾ അങ്ങ് കരഞ്ഞു പോയി. ദേ വർ സോ ഡിസപ്പോയിൻറ്റഡ്. അന്നെന്തോമായിരുന്നു. അതിനകത്തൊരു അപാകതയുണ്ട്. അത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പഴയതോർക്കുമ്പോൾ ദുഃഖം വരുന്നതിൽ തെറ്റില്ല. എന്നാൽ അവിടെ അങ്ങ് ഉറച്ച് നിൽക്കരുത്. നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. 1, എന്തുകൊണ്ടാണ് എന്താണ് നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കുന്നത്? നമ്മൾ എത്ര പ്രവർത്തിച്ചാലും മാനുഷിക പ്രവർത്തനത്തിന് എപ്പോഴും പരിമിതി ഉണ്ടെന്ന് ഓർത്തോണേ. വി ക്യാൻ നെവർ ബി സാറ്റിസ്ഫൈഡ്. എത്ര പ്രവർത്തിച്ചാലും പിന്നെ ഓർക്കും, അയ്യോ അല്പം കൂടെ നല്ലതാകണ്ടായിരുന്നു, അല്പം കൂടെ മനോഹരമാകണ്ടായിരുന്നു. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവമൊക്കെ അറിയാം. എത്ര ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മുടെ ഹൃദയം, കാരണം മാനുഷിക പ്രവർത്തനത്തിനെല്ലാം പരിമിതിയുണ്ട്. ദർ ഈസ് എ ലിമിറ്റേഷൻ. 2, ഇതിനകത്ത് പഠിക്കേണ്ട കാര്യം, പണ്ടത്തേതൊക്കെ ഓർക്കണം, അത് നമ്മെ നടത്തണം, അത് ഗൈഡായിരിക്കണം. പക്ഷേ അത് നമ്മെ ഈ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന കാര്യമാകരുത്. കർത്താവിൽ പ്രസിദ്ധനായ വാറൻ വിഴ്സ്ബി പറഞ്ഞു, വി മസ്റ്റ് ബി ഗൈഡഡ് ബൈ അവർ ഓൾഡ് ടൈംസ്, ബട്ട് ഇറ്റ് മസ്റ്റ് നെവർ ബിക്കം ആൻ ആങ്കർ. ഈ പഴയ കാര്യങ്ങൾ ഓർത്ത് അതിൽ നമ്മൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടത്തിപ്പ് കിട്ടാനൊക്കെ അത് ആലോചിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പഴയ കാര്യങ്ങളിൽ നങ്കൂരമിട്ടിരിക്കരുത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പഴയ ആളുകളെ പഴയ കാര്യം പറഞ്ഞ് അതിനകത്ത് നങ്കൂരമിട്ടിരിക്കുക. ഇറ്റ് ഈസ് ഗുഡ് ടു റിമെമ്പർ ദി ഓൾഡ് തിങ്സ്, ലെറ്റ് ഇറ്റ് ഗൈഡ് യു, ബട്ട് നെവർ ബി ആങ്കേർഡ് ഓൺ ഇറ്റ്. അതിലങ്ങ് ഉറച്ചു പോകരുതേ. അപ്പോൾ പഴയതോർത്തപ്പോൾ അവർ കരഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. ഇനി നോയിക്കാട്ടെ, എന്തുകൊണ്ടാണ് പഴയതിലങ്ങ് ഉറച്ചു നിൽക്കണ്ടെന്ന് പറയാൻ കാരണം? ഇത് ചെറുതായിരുന്നു. ഇതിന് ഉപയോഗിച്ച വസ്തുക്കളൊക്കെ ഒന്നാമത്തെ ആലയത്തിൻ്റെ അത്രയും വിലപിടിപ്പൊന്നുമില്ല. ഒന്നാമത്തെ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ ആയിരക്കണക്കിന് ആടുമാടുകളെയാണ് അർപ്പിച്ചത്. ഒന്നാമത്തെ ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് വന്നിറങ്ങി. എങ്കിലും ഹഗായി പ്രവചനത്തിൽ മനോഹരമായ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ ആലയം ഓർത്ത് ചിന്തിച്ച് ഭാരപ്പെട്ടവരോട്, നിങ്ങളിൽ ആ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായ ആർ ശേഷിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഹഗായി 2:3. യു തിങ്ക് വാട്ട് ഈസ് ഇറ്റ് കമ്പയർഡ് ടു വാട്ട് വി ഹാഡ്? ദിസ് ഈസ് നത്തിങ് എന്നല്ലയോ നിങ്ങളുടെ ചിന്ത? ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? ഹൂ ക്യാൻ ഡിസ്പൈസ് ദ ഡേ ഓഫ് സ്മോൾ ബിഗിനിങ്സ്? ഈ ചെറിയ കാര്യം ആണ് ചെയ്യുന്നതെങ്കിലും തമ്പുരാൻ്റെ കൃപയോടുകൂടെയും തമ്പുരാൻ്റെ അനുവാദപ്രകാരവും തമ്പുരാൻ്റെ വഴിയിലുമാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും. ഡോണ്ട് വറി അബൌട്ട്
ദ സൈസ് ഓർ ദ ഗ്ലോറി ഓഫ് ദ ന്യൂ തിങ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ മഹത്വവും നമ്മുടെ ചെയ്യുന്നതിൻ്റെ വലിപ്പമൊക്കെ ചെറുതാണെങ്കിലും ഭാരപ്പെടേണ്ട. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കരുത്. നിങ്ങൾക്കിതേതുമില്ലാതെ തോന്നുന്നു, ഓ ദാറ്റ്സ് ഓക്കെ. അതിന് കാരണം കർത്താവ് പറഞ്ഞു, ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പലത്തേതിലും വലുതായിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ പൊന്നുകൊണ്ടുള്ള ആ വാതിലുകളും വിലയേറിയ വസ്തുക്കളും അതിനകത്ത് വിലയേറിയ ദ്രവ്യങ്ങളും ഒക്കെ ദാവീദ് കൂട്ടിവെച്ച് നിവേദിച്ചിരുന്ന വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് ഒന്നാമത്തെ ആലയത്തിൽ വെച്ചിരുന്നു. ദെയർ വർ ലോട്ട് ഓഫ് ട്രഷേഴ്സ്. അതൊന്നും ഇതിനകത്തില്ല, ഭാരപ്പെടേണ്ട. ഈ ആലയത്തിൻ്റെ മഹത്വം, ഹഗായി 2:9, ഈ ആലയത്തിൻ്റെ മഹത്വം ഏതുമില്ലാതെ തോന്നില്ലയോ, മുമ്പലത്തേതിലും വലുതായിരിക്കും. പിന്നീട് ഈ ആലയത്തിൽ നിന്നുണ്ടായ ആലയത്തിലേക്കാണ് എൻ്റെ കർത്താവ് എഴുന്നള്ളിയത്. കർത്താവ് തന്നെ മഹത്വത്തോടെ എഴുന്നള്ളിയത് ഇതിലേക്കാണ്, ഈ സ്ഥലത്തേക്കാണല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യ പ്രവർത്തനത്തിൽ നാം ചെയ്യുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നിയാലും ഭാരപ്പെടേണ്ട. നമ്മളെ ആരും നോട്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചാലും ഭാരപ്പെടേണ്ട. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? ദർ ഇസ് എ വണ്ടർഫുൾ ഗോഡ്. ഒരു വലിയ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവം മഹത്വമുള്ളവൻ തന്നെയാണ്. നമ്മുടെ കൊച്ചു പ്രവർത്തനത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ കൃപ കൊണ്ട്, തൻ്റെ തേജസ് കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് അലങ്കരിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അലങ്കരിക്കാൻ കഴിയുന്ന ദൈവമാണ്. യു മേ ബി ഡൂയിങ് എ വെരി സ്മോൾ തിങ്, ബട്ട് ഗോഡ് ക്യാൻ മേക്ക് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. മഹത്വീകരിക്കാൻ കഴിയുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കും. അതുകൊണ്ട് ദൈവരാജ്യ പ്രവർത്തനത്തിൽ ശക്തിയോടെ പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അനേകർക്ക് പ്രേരണ തരട്ടെ. ദൈവം യഥാസ്ഥാനപ്പെടുത്തിയത്, ആത്മീക അനുഗ്രഹങ്ങൾ തന്നത് തമ്പുരാൻ്റെ പണിയിൽ ഏർപ്പെടാനാണ്. യു മേ ബി എ ഫാദർ, ബട്ട് യു ബി എ കിങ്ഡം ബിൽഡർ. ദൈവരാജ്യ പ്രവർത്തകനായിരിക്കണം. ഒരു ഭാര്യയായിരിക്കും, ഒരു വക്കീലായിരിക്കും, ഒരു എൻജിനീയറായിരിക്കും, ഒരു ടീച്ചറായിരിക്കും, ഒരു സുവിശേഷകനായിരിക്കും, ഒരു മിഷണറി ആയിരിക്കും. യുവർ ബിസിനസ് ഈസ് ടു ബിൽഡ് ഗോഡ്സ് ടെമ്പിൾ. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായിരിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നു. ചെറുതായാലും തമ്പുരാൻ്റെ അനുവാദത്തോടെ, തമ്പുരാൻ്റെ കൃപയോടെ, തമ്പുരാൻ്റെ ശക്തിയോടെ, തമ്പുരാൻ്റെ ആ അനോയിൻറ്റിങ്ങോടുകൂടെ നാം ചെയ്യുന്നെങ്കിൽ ദ സ്മോൾ തിങ് ഗോഡ് വിൽ ബ്ലെസ് ഇറ്റ്. തൻ്റെ തേജസ് കൊണ്ട് അതിനെ അലങ്കരിക്കാൻ ദൈവത്തിന് കഴിയും. ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പലത്തേതിലും വലുതായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമുക്കേവർക്കും കൃപ തരട്ടെ. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ ദിനം പ്രതി വർദ്ധിച്ചു വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.